തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം പുറത്തു വന്നത് ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചുള്ള സന്ദേശം. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി ഏൽക്കുമോ? ആശ്രയം തേടി വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദകേട് കാണിക്കാമോ? അത്രയും സങ്കടം വന്നിട്ടാണ് സന്ദേശം അയക്കുന്നത് എന്നും ശബ്ദ സന്ദേശത്തിൽ വേണു. ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി, എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ്, എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ തനിക്ക് ആശങ്കയൊന്നുമില്ല എന്ന് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ. ഉത്തരവ് കിട്ടിയാൽ ഉടൻ ചുമതല ഏറ്റെടുക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ഭംഗിയായി പൂർത്തിയാക്കുന്നതിനായിരിക്കും മുൻഗണന. എല്ലാ കിരീടങ്ങളിലും മുള്ളുകൾ ഉള്ളതായി തോന്നുന്നില്ല എന്നും കെ ജയകുമാർ. കോട്ടയത്ത് ആഭിചാരത്തിന്റെ പേരിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനം. ആഭിചാരത്തിനിടെ മദ്യം നൽകുകയും ബീഡി വലിപ്പിക്കുകയും ചെയ്തുവെന്ന യുവതി. പീഡനം ദേഹത്ത് മരിച്ചുപോയ ബന്ധുവിന്റെ ബാധ ഉണ്ട് എന്ന അന്ധവിശ്വാസം പറഞ്ഞു. ആഭിചാരം നടത്തിയത് ഈ മാസം 2-ാം തീയതി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസിന് ആഹ്ലാദകരമായ തുടക്കം. ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി. ഉദ്ഘാടന യാത്ര നടത്തി ഗവർണറും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ. ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ചത് വിവാദത്തിലായി. ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ പൊതുമേഖലാ സംവിധാനത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് എന്ന് KC വേണുഗോപാൽ MP. നടി ഗൗരി കൃഷ്ണനെതിരായ ബോഡി ഷെയ്മിംഗ് പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച യൂട്യൂബർ. തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന് RS കാർത്തിക്. നടിക്ക് മനോവിഷമം ഉണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും യൂട്യൂബർ. പിന്തുണ നൽകിയവർക്ക് നന്ദി അറിയിച്ച് ഗൗരി കിഷൻ. അമേരിക്കയിലെ സർക്കാർ അടച്ചുപൂട്ടൽ 40-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച നിർദ്ദേശം തള്ളി റിപ്പബ്ലിക്കൻ നേതൃത്വം. വ്യോമയാന ഗതാഗത മേഖലയിലും പ്രതിസന്ധി രൂക്ഷം. 1000-ഓളം വിമാന സർവീസുകൾ റദ്ദാക്കി. പ്രശസ്ത അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. അന്ത്യം 97-ാം വയസ്സിൽ. വിപ്ലവം സൃഷ്ടിച്ച DNA-യുടെ ഡബിൾ ഹീലിക്സ് ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. 1962-ൽ വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം നേടി. ഓസ്ട്രേലിയക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. പരമ്പര നേടിയത് 2-1. 5-ാം മത്സരം മഴ കാരണം ഉപേക്ഷിച്ചു. മത്സരം നടന്നത് 4.5 ഓവർ മാത്രം.